ഒരു വിഭവ ഭൂപടത്തിൻ്റെ മാതൃക ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിലുള്ള ക്യൂജിസ് പ്രോജക്ട്സ് എന്ന ഫോൾഡറിൽ ലോക്കൽ മാപ്പ് .qgs എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽ ക്യൂജിസ് ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് ചുവടെ നൽകിയ പ്രവർത്തനങ്ങൾ ചെയ്യുക. വിഭവ ഭൂപടത്തിലെ റോഡ്സ് ലെയർ പ്രദർശിപ്പിക്കുക. വാർഡ് 3 നൽകിയിരിക്കുന്ന നിറം മാറ്റി നീലയാക്കുക. ഈ വിഭവ ഭൂപടം ഒരു ചിത്ര ഫയലായി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ചോദ്യം നമ്പർ എന്ന പേരിൽ ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. സൂചന: ചിത്ര ഫയലായി സേവ് ചെയ്യുന്നതിന് ക്യൂജിസ് സോഫ്റ്റ്വെയറിലെ മെനു ബാറിൽ നിന്നും പ്രോജക്റ്റ് സേവ് ആസ് ഇമേജ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുക. ഇംഗ്ലീഷ് മീഡിയം ചോദ്യം: A model of a resource map with file name localmap.qgs is provided in the folder Qgis project in exam documents in home. Open the file in Qgis desktop software and do the following activities. Show the layer roads in the resource map. Change the color of ward 3 to blue. Save the resource map as an image file in the folder exam 10 in home with your register number _ question number as file name. Hint: to save an image file, use the project save as image option in the menu bar. ക്യൂജിസ് തുറക്കുവാനായി ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. എഡ്യൂക്കേഷൻസ് എന്ന വിഭാഗത്തിൽ ക്യൂജിസ് ഡെസ്ക്ടോപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ക്ലോസ് ചെയ്യാം. ഇനി പ്രോജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. തുറക്കേണ്ട ഫയലായ ലോക്കൽ മാപ്പ് ക്യൂജിസ് എന്നത് സെലക്ട് ചെയ്യുന്നു. ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അത് തുറക്കുന്നു. ഇവിടെ ആദ്യം ചെയ്യുവാൻ പറഞ്ഞിട്ടുള്ളത് വിഭവ ഭൂപടത്തിലെ റോഡ്സ് ലെയർ പ്രദർശിപ്പിക്കുക എന്നതാണ്. ഇവിടെയുള്ള ഈ ലെയർ പാലറ്റിൽ റോഡ്സ് എന്ന ലെയർ ആദ്യം തന്നെയുണ്ട്. ലെയർ പാലറ്റിൽ ഇവിടെയായി റോഡ്സ് എന്ന ലെയർ കാണാം. ഇപ്പോൾ ഇവിടെ ടിക്ക് മാർക്ക് ഇല്ലെന്ന് മാത്രം. റോഡ് ദൃശ്യമാക്കണമെങ്കിൽ ഇവിടെ ഈ ബോക്സിൽ ടിക്ക് മാർക്ക് ഇട്ട് കൊടുത്താൽ മതി. ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ടിക്ക് മാർക്ക് ഇടുന്നു. അപ്പോൾ ഇവിടെ മാപ്പിൽ റോഡ് ദൃശ്യമായി കഴിഞ്ഞു. ഇനി ചെയ്യുവാനുള്ളത് വാർഡ് 3 നൽകിയിരിക്കുന്ന നിറം മാറ്റി നീലയാക്കുക എന്നതാണ്. അതിനായി വാർഡ് 3 സെലക്ട് ചെയ്യേണ്ടതുണ്ട്. വാർഡ് 3 സെലക്ട് ചെയ്യുന്നു. വാർഡ് 3 റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രോപ്പർട്ടീസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ വാർഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ വന്ന ഇതേ ഓപ്ഷൻ തന്നെ നമുക്കിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തും എടുക്കാവുന്നതാണ്. പ്രോപ്പർട്ടീസ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി. വാർഡിൻ്റെ നിറം മാറ്റുകയാണ് വേണ്ടത്. അതിവിടെ ക്ലിക്ക് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ നിറം ചുവപ്പാണ്. ഇവിടെ കാണുന്നത് ചുവപ്പ് നിറമാണ്. അത് നിറം മാറ്റി നീലയാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ കളർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ കളർ ബോക്സിൽ ഇവിടെ നിന്നും നീല നിറം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഓക്കെ എന്നതിൽ കൂടി ക്ലിക്ക് ചെയ്യുന്നു. വാർഡ് 3 നിറം നീലയായി മാറിക്കഴിഞ്ഞു. ഇനി ഇതിനെ പ്രോജക്റ്റ് സേവ് ആസ് ഇമേജ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ചിത്ര ഫയലായി സേവ് ചെയ്യണം. അതിനായി ഇവിടെ പ്രോജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ആസ് ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ചെയ്യേണ്ട ഫോൾഡർ സെലക്ട് ചെയ്യണം. ഹോം സെലക്ട് ചെയ്യുന്നു. എക്സാം 10 സെലക്ട് ചെയ്യുന്നു. ഇനി രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ നൽകുന്നു. ഇനി ഇതിനെ ചിത്ര ഫയലായി സേവ് ചെയ്യുകയാണ്. ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫയലൊന്ന് തുറന്നു നോക്കാം. അതിനുവേണ്ടി ഹോം തുറക്കുന്നു. എക്സാം 10 തുറക്കുന്നു. നമ്മൾ സേവ് ചെയ്ത ഫയൽ ഇവിടെയുണ്ട്. അത് തുറക്കുന്നു.